പിടിച്ചിട്ടാ വരുന്ന അങ്ങോട്ട് പോയി. പട്ടാമ്പി, ചങ്കരമംഗലം, പിന്നെ പാത്തുകൂടി പോയി. ഉമ്മച്ചി കിടക്കന്നെ. ഉമ്മച്ചിക്ക് കഞ്ഞി കൊടുത്തോ? ഞാൻ വയ്യാന്ന് വിളിച്ചപ്പോൾ തന്നെ ബേജാറായിട്ടാണ് വരുന്നത്. കുറച്ച് പച്ചക്കറി മേടിച്ചു. അപ്പോൾ മീൻ പെട്ടുണ്ടാവും. എന്തൊക്കെ ചെയ്യണം വയ്യാല്ല. നടന്നിട്ടും വയ്യ, കുഴഞ്ഞിട്ടും വയ്യ. ഞാൻ കൂടി പച്ചക്കറി ഞാനിന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കഴിഞ്ഞ കൊല്ലം വീഡിയോ ഇട്ട ഫൈസൽ മാഷിൻ്റെ വീഡിയോ ഇട്ട സുബൈദ എന്ന ആളാണ് ഞാൻ. നിങ്ങളെല്ലാവരും അറിയും എന്നെ എന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഉമ്മീസ് വേൾഡ്. അതിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങൾക്ക് ഇരിക്കാനൊരു വീടുണ്ടാവാം. 55,000 റുപ്യ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും കൂടി എന്നെ സഹകരിച്ച് തന്നെ എൻ്റെ മക്കളെയും രക്ഷപ്പെടുത്തണം. ഈ ഞാൻ വീണ്ടും കുറച്ച് ഇടയിൽ കുറച്ച് അച്ചാർ പണി നിർത്തി, ആസ്പത്രി കേസ് വരവുണ്ട്. ഇപ്പോൾ വീണ്ടും തുടങ്ങി വെച്ചിരിക്കുകയാണ്. കുറേശ്ശെ ആൾക്കാരെ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ അച്ചാർ കുറച്ചുണ്ടാക്കിയത് ഗൾഫ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അത് ഞാനിവിടെ കാണിക്കുന്നുണ്ട്, നിങ്ങൾ കാണണം. ഇതാണ് ഒരു കൂട്ടുമില്ലാത്ത സാധാ അച്ചാറാണ്. നമ്മൾ നാടൻ അച്ചാർ, നാടൻ
എല്ലാ അച്ചാർ പൊടികളും ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കേണ്ടതാണ്. അതിൽ എല്ലാം ചേരും. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ചുവന്ന മുളക് എല്ലാം വറുത്ത് പൊടിച്ച് ഇട്ടിട്ടുണ്ടാക്കുന്നതാണ്. ഇത് മാങ്ങയാണ് കേട്ടോ, മാങ്ങ, കഷ്ണം മാങ്ങ. ഇത് നാരങ്ങ, അതിലെല്ലാം ചേർന്നതാണ്. ഇത് വെളുത്തുള്ളിയാണ് കേട്ടോ. അതെന്താ കുറേശ്ശെ എടുക്കണമെന്ന് വെച്ചാൽ കുറച്ചിപ്പം ഞാൻ നിറയ്ക്കാൻ പോവുകയാണ്. ഈ കുറച്ച് ഓർഡർ ഉണ്ട്, ഇപ്പോൾ കൊണ്ടുപോയി കൊടുക്കാം. ഞാൻ നിറയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്നെ എൻ്റെ നമ്പറിൽ വിളിക്കുക. ഈ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്, വിളിക്കുക, ഓർഡർ ചെയ്യുക. ഞാൻ ഇപ്പോൾ വെളുത്തുള്ളിക്കൊക്കെ വില കൂടുതലാണ്, എന്നാലും പഴയ ആൾക്കാരും വിളിക്കുന്നുണ്ട്, ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അച്ചാർ എടുത്തിട്ട് എന്നെ എൻ്റെ മക്കളെയും വിജയിപ്പിച്ച് തരിക, ഇരിക്കാത്തവരുണ്ടാക്കി തരിക. നിങ്ങളെല്ലാവരും സഹകരിച്ചാലാണ് എനിക്കെൻ്റെ മക്കൾക്കൊരു ചെറിയ വീടുണ്ടാവുള്ളൂ. ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് സ്വത്തും മുതലൊന്നും വേണ്ട. ഉള്ളത് അധ്വാനിച്ച് ഉടനോളം എത്തിച്ച് തരിക, അത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഞാൻ ബുദ്ധിമുട്ടുമ്പോൾ ഏരിയയിലൊക്കെ പോകും. അച്ചാറിന് ഇടാൻ പൈസ ഉണ്ടെങ്കിൽ ഞാൻ ആരോടെങ്കിലൊക്കെ പോയി ചോദിക്കും, അപ്പോൾ തരും. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാകുന്നതാണ്. ആ ചെറിയൊരു വിഷമത്തിൽ ആസ്പത്രിക്കകത്തായിട്ട് അത് പോയി. അങ്ങനെ വീണ്ടും ഇപ്പം ഞാൻ തുടങ്ങിയിട്ടാണ്. ശരി എന്നാട്ടോ. അസ്സലാമു അലൈക്കും.